പ്രകടന പത്രികയിൽ ഭിന്നിച്ച ഇന്ത്യ സഖ്യം വിവിധ വിഷയങ്ങളിൽ ഓരോ കക്ഷികൾക്കും ഓരോ നിലപാടാണ്. CAA, ജമ്മുകശ്മീരിന്റെ പ്രത്യേക അധികാരം, ഓൾഡ് പെൻഷൻ സ്കീം തുടങ്ങിയ വിവിധ വിഷയങ്ങളിൽ മുന്നണിക്കുള്ളിൽ ഭിന്നത തുടരുകയാണ്. CPM, CPI, DMK തുടങ്ങി INDIA മുന്നണിയിലെ കക്ഷികൾ CAA റദ്ദാക്കുമെന്ന് പ്രകടന പത്രികയിൽ വ്യക്തമാക്കുന്നു. എന്നാൽ കേരളത്തിൽ CAAയ്ക്കെതിരെ പ്രതിഷേധിക്കുന്ന കോൺഗ്രസ് പ്രകടന പത്രികയിൽ ഇതേപ്പറ്റി പരാമർശിക്കുന്നേയില്ല. ഉത്തർപ്രദേശിലെ സമാജ്വാദി പാർട്ടിയും ബീഹാറിലെ RJD തുടങ്ങിയ കക്ഷികളും CAAയെ പറ്റി ഒന്നും പറയുന്നില്ല. CAA വിരുദ്ധ നിലപാട് ഉത്തരഭാരതത്തിൽ തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നീക്കം. CPM, CPI പ്രകടന പത്രികയിൽ ജമ്മുകശ്മീരിന് പ്രത്യേക അധികാരം പുനഃസ്ഥാപിക്കുമെന്ന് പറയുന്നു. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ കശ്മീരിലെ കക്ഷികളായ നാഷണൽ കോൺഫറൻസിനും PDPക്കും സമാന നിലപാടാണ്. കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ആർട്ടിക്കിൾ 370 പുനഃസ്ഥാപിക്കുമെന്ന് പറയുന്നേയില്ല. ഓൾഡ് പെൻഷൻ സ്കീമിന്റെ കാര്യത്തിലും INDIA മുന്നണിയിൽ ഭിന്ന അഭിപ്രായം കാണാം. ഇന്ത്യ മുന്നണി ദേശീയ തലത്തിൽ ഭരണത്തിൽ വന്നാൽ ബീഹാറിന് പ്രത്യേക പദവി എന്നാണ് RJDയുടെ വാഗ്ദാനം. കോൺഗ്രസോ മറ്റു കക്ഷികളോ ബീഹാറിൽ ഇത്തരമൊരു പ്രഖ്യാപനം നടത്തിയിട്ടില്ല. മാത്രമല്ല, ആന്ധ്രാപ്രദേശിന് പ്രത്യേക അധികാരം നൽകുമെന്ന് കോൺഗ്രസ് വാഗ്ദാനം ചെയ്യുന്നു. ഭാരത് US പ്രതിരോധ കരാർ റദ്ദാക്കുമെന്നും ക്വാഡ് കൂട്ടായ്മയിൽ നിന്ന് പുറത്തു വരുമെന്നും CPM പ്രകടന പത്രിക പറയുന്നുണ്ട്. ചൈന അനുകൂലമായ ഇത്തരം നിലപാടുകൾ ഭാരതത്തിൽ രാഷ്ട്രീയമായി തിരിച്ചടിക്കുമെന്ന് മനസ്സിലാക്കുന്ന കോൺഗ്രസ് ഈ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടില്ല. ജനം, ഡൽഹി.